അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഖാദർ കരിപ്പൊടി കാറിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് വാദങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് കണ്ണിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഖാദർ കരിപ്പൊടിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ക്യാൻസർ ആണ് എന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് 2 കോടി രൂപ കടമുണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ. പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു വാദം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നാണമില്ലേ ഖാദർ കരിപ്പൊടി? നിങ്ങൾക്ക് അന്തസ്സായിട്ട് ഫാക്റ്റും ഡാറ്റയും ബേസ് ചെയ്തിട്ടുള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്ത് ലോജിക്കാണ് മാനുള്ളത്? ഇത്രയും കള്ളം പറയുന്ന, ഇത്രയും അധാർമികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളാണോ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങിയതും അതിന്റെ തലപ്പത്ത് പോയിട്ട് പ്രസിഡന്റാന്ന് പറഞ്ഞ് നിൽക്കുന്നതും? നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്? നാണമാകുന്നില്ലേ? ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറണം നിങ്ങൾ. ഇത്രയും കളവ് പറയുന്ന, ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുന്ന നിങ്ങൾക്കുള്ളതല്ല ആ ഒരു സ്ഥാനം. നീ ഒന്ന് പോട വേട്ടവളിയ. നീ വിചാരിക്കുന്നത് നീയാണ് വലിയ സത്യം എന്നാണ്. അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല. നീ സത്യമാണോ കളവാണോ എന്നുള്ളത് ഒരു നാൾ നിനക്കും വരും ഒരു അവസ്ഥ, അതാലോചിച്ചോ. ഓക്കെ, അയാൾക്ക് ക്യാൻസർ പറഞ്ഞത് സത്യമല്ല, കള്ളം എന്ന് ആണോ അന്വേഷിച്ചോ? അയാൾക്ക് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞാൽ തെറ്റ് തിരുത്തി മാപ്പ് പറയുമോ? അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയാൻ തയ്യാറാണോ? ഇതിനും കൂടുതൽ പ്രതികരിക്കുന്തോറും വഷളാകുന്നത് നീയാണ് അഷ്കറെ. മൊയ്നുക്കയും ഖാദറും കൂടിയും തുടക്കത്തിൽ ഇട്ട വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അതിന് ശേഷമുള്ള വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ട് നീ സംസാരിക്കുന്നു. ഞാൻ അയാളുടെ 2 വീഡിയോ കണ്ടു. അതിൽ കീമോയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും തെറ്റുപറ്റി. അഷ്കർ, തനിക്ക് ഖാദർ കരിപ്പൊടിയുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അവനോട് പേഴ്സണലുമായി ചോദിക്കുക. ചുമ്മാ എന്തിനാ വീണ്ടും ആ രോഗിയെ പറ്റി വീഡിയോ ചെയ്യുന്നേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.